ആരതി വക്കീൽ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രസരിപ്പുണ്ടാവുന്നത് സ്വാഭാവികം. വക്കീൽ കാണണമെന്ന് പറഞ്ഞതേ വേറൊരു വലിയ കാര്യം പറയാനാ. നമ്മുടെ കേസ് ജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വക്കീലിന് ആരോ അയച്ചു കൊടുത്തു. കോടതിയിൽ നമുക്കെതിരെ അവന്തിക കെട്ടിച്ചമച്ച തെളിവുകളെല്ലാം ആരതി വക്കീലിന് കിട്ടി. അച്ഛനെ പറ്റിച്ച് എഴുതി വാങ്ങിച്ച ഡോക്യുമെന്റ്സ് മുഴുവൻ എല്ലാം അതിനകത്തുണ്ട്. അതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കോടതിയിൽ തിരിച്ചു പ്രതികരിക്കാൻ നമുക്കത് ഗുണം ചെയ്യും. സത്യമാണ് ഏട്ടനീ പറഞ്ഞത്. അല്ല, ആരാമൻ ഇതൊക്കെ അയച്ചു കൊടുത്തേ? എവിടുന്നാണെന്നോ ആരാണെന്നോ ഒന്നും നമുക്കറിയില്ലമ്മേ. ആരോ കൊറിയർ അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അയച്ചാളിന്റെ മേൽവിലാസം അതിൽ വെച്ചിട്ടില്ല. ഇതാരാ ഇപ്പൊ നമ്മളെ എങ്ങനെ സഹായിക്കും? അതാരായാലും അവർക്കതൊക്കെ എങ്ങനെ കിട്ടിയെന്നാ എനിക്ക് പിടികിട്ടാത്തെ. എന്തായാലും ആ തെളിവുകൾ കൊണ്ട് ഈ കേസ് ജയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാ ആരതി വക്കീല്. എന്റെ ദൈവമേ, നമ്മുടെ കഷ്ടകാലൊക്കെ തീരുവെന്ന് തോന്നുന്നു മക്കളെ. ഈ കുടുംബത്തെ നോക്കാൻ പഴങ്ങഞ്ഞിക്കട വരെ നടത്തി അമ്മ കഷ്ടപ്പെട്ടു. അതിന്റെ പേരില് ജയിലിൽ വരെ പോകേണ്ടി വന്നു. ഇപ്പെന്താ, കുടുംബം നോക്കാൻ ആരതിക്ക് വരെ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഈ കേസ് ജയിച്ചാ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അമ്മ എന്റെ അനിയത്തിമാരെയും പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അമ്മ കടുപ്പത്തിലൊരു ചായ എടുത്തു വെക്കേ. ഏട്ടാ, ഏട്ടാ, ഇന്നെന്റെ ആദ്യത്തെ സാലറി കിട്ടി. ഇത് ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ. വേണ്ട മോളെ, ഇത് നിന്റെ തന്നെ ഇരിക്കട്ടെ. ഈ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് ഏട്ടനല്ലേ? ഇവിടുത്തെ ആവശ്യങ്ങളെല്ലാം ഏട്ടനല്ലേ നടത്തി തരുന്നത്? എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോകുന്നതിന് മുൻപും എന്റെയും എന്റെ മോളുടെയും എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെയല്ലേ നോക്കിയിരുന്നത്? ഇനിയും നോക്കും, അതെനിക്കറിയാം. അതുകൊണ്ട് ഇത് ഏട്ടൻ തന്നെ വെച്ചോ. ഏട്ടൻ ഈ സ്നേഹം മാത്രം മതി മോളെ. ഈ പണം കുഞ്ഞുമോക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെക്ക്. അത് മതി. കുടുംബത്തിന്റെ ചെലവൊക്കെ കഴിഞ്ഞു വെക്കോളും. എന്നാ പിന്നെ ഇത് അമ്മയുടെ കയ്യിരിക്കട്ടെ. അതെന്താ, നിന്റെ കയ്യിലിരുന്ന് എന്താ കുഴപ്പം? എന്റെ മോളുടെ കൈ തന്നെ വെച്ചേക്ക്. അമ്മ പോയി ചായ എടുക്കാം.